ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാട്ടോ കാണിക്കുന്നത്. രാവിലെ തന്നെയുള്ള ചായ കുടിച്ചു. നല്ല മഴയാണ്. മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീടിൻ്റെ ഉള്ളിലാണ്. കുട്ടികളൊക്കെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ട് മുട്ടക്കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസൊന്നും നമുക്ക് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറി, അതുപോലെ തന്നെ മോൾക്ക് ലഞ്ച് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് കുമ്പളങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്ത് വരുമ്പോഴത്തേക്കും പിന്നെ അതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ജീരകം, ഒരു 2-3 വെളുത്തുള്ളി അത് ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്ത്, പിന്നെ നമ്മൾ കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോഴതിലേക്ക് ചേർത്തു. പിന്നെ കുറച്ച് തൈരും കൂടെ ആ സെയിം ജാറിലിട്ടിട്ട് കുറച്ച് തൈര് ആവശ്യത്തിന്, പുളിക്ക് ആവശ്യത്തിന് ഒന്ന് അടിച്ച് ആ തൈരും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തൈരും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അധികം തിളയ്ക്കണ്ട, പിന്നെ ഒന്ന് ചൂടായിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. തൈര് ചേർത്തു. ഇനി അധികം തിളയ്ക്കാതെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് പച്ചച്ചവ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫാക്കാം. ആവശ്യത്തിന് പുളിക്ക് ആവശ്യത്തിന് ചേർക്കുക. ഉപ്പും പുളിയും എരിവും പെർഫെക്റ്റ് ആയാൽ മോര് കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ മോര് കറി ഏകദേശമായി. ഇനി അതിലേക്ക് കുറച്ച് കടു വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 2 വറ്റൽമുളക്, കറിവേപ്പില, കടുക്, കുറച്ച് ഉലുവ ഇടണം. അപ്പോൾ ആദ്യം എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ ചേർക്കണം. ഉലുവ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് പൊട്ടുമ്പോഴത്തേക്കും കുറച്ച് കടുക് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയുള്ളി, വറ്റൽമുളക്, ചെറിയുള്ളി, കറിവേപ്പില ഒക്കെ നന്നായി മൂപ്പിക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മൂക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചിട്ട് നമുക്കത് നേരെ മോര് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ കറിയിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ മോര് കറി റെഡി ആയിട്ടോ. ഇനി മോൾക്ക് ലഞ്ചിന് കൊടുത്തു വിടാൻ ഒരു മുട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്നും വീഡിയോ എടുത്തില്ല. ലഞ്ചിന് ചോറും മുട്ടയും പിന്നെ ഉപ്പിലിട്ട മാങ്ങ, അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും പിന്നെ മോര് കറിയും കൊടുത്തു വിട്ടു. പിന്നെ ഇന്ന് അംഗനവാടി പ്രവേശനോത്സവമായിരുന്നു. അപ്പം മോനെയും കൊണ്ട് അംഗനവാടിയിൽ പോയി. പിന്നെ അവിടുന്ന് അവനെ സ്വീകരിക്കാൻ, അതായത് പുതിയ കുട്ടികൾക്ക് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, മാലയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടി. അവന് ഹാപ്പിയായി. പുതിയ കുട്ടികളെയൊക്കെ കണ്ടു, അവരുടെ കൂടെയൊക്കെ കുറച്ച് നേരം കളിച്ചു. നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ് കാണുന്ന എല്ലാവർക്കും നന്ദി.